വോയിസ് ഓഫ് ആബിയാർ, കേരളത്തിലെ ഏറ്റവും വിശ്വസനീയമായ ജോലി അപ്ഡേറ്റ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. തൊഴിലന്വേഷിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണണം. കാരണം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ട് വലിയ ജോലി അവസരങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി കറൻസി നോട്ട് പ്രസിൽ വലിയ റിക്രൂട്ട്മെൻറ്റ്, 500-ലധികം ഒഴിവുകൾ. ശരിയായി പറയുമ്പോൾ 534 പോസ്റ്റുകൾ. അതുമാത്രമല്ല, ഈ ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം 1 ലക്ഷത്തിന് മുകളിലാണ്. ഏകദേശം 1,03,000 വരെ. സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. രണ്ടാമത്തെ അവസരം ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ഇവിടെ പരീക്ഷയില്ലാതെ നേരിട്ട് അഭിമുഖത്തിലൂടെ നിയമനം ലഭിക്കുന്ന അവസരമാണ്. പലർക്കും എളുപ്പത്തിൽ അപേക്ഷിക്കാവുന്ന രീതിയിലുള്ള റിക്രൂട്ട്മെൻ്റാണിത്. കൂടാതെ ആസാം കേരളയിൽ ബിരുദധാരികൾക്ക് അവസരം. ഈ ജോലിയിൽ ആർക്കൊക്കെ അപേക്ഷിക്കാം, യോഗ്യത എന്താണ്, എങ്ങനെ അപ്ലൈ ചെയ്യാം, അവസാന തീയതി, സെലക്ഷൻ പ്രോസസ്സ് എല്ലാം വളരെ വ്യക്തമായി വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയും ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള പുതിയ ജോലി അവസരങ്ങൾ നമുക്ക് ദിവസവും ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. കറൻസി നോട്ട് പ്രസിൽ 534 ഒഴിവുകൾ, 1,03,000 രൂപ വരെ ശമ്പളം. IT മുതൽ ബിരുദധാരികൾക്ക് വരെ അപേക്ഷ നൽകാം. ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന കറൻസി നോട്ട് പ്രസിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള ഹ്രസ്വ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ തസ്തികളിലായി 534 ഒഴിവുകളാണ് ഉള്ളത്. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ യൂണിറ്റായ നാസിക്, മഹാരാഷ്ട്രയിലെ കറൻസി നോട്ട് പ്രസ് SPMSIL-ലാണ് 4 കറൻസി സെക്യൂരിറ്റി പ്രസ്സുകളായി വിവിധ തസ്തികകളിലേക്ക് കേന്ദ്രീകൃത റിക്രൂട്ട്മെന്റ് വിജ്ഞാപനമാണ് എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചത്. കറൻസി നോട്ട് പ്രസ് നാസിക് CNPN, ഇന്ത്യൻ സെക്യൂരിറ്റി പ്രസ് നാസിക് ICPN, ബാങ്ക് നോട്ട് പ്രസ് ദേവാസ് PNPD, സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് ഹൈദരാബാദ് SPPH എന്നിവിടങ്ങളിലായി ആകെ 534 ഒഴിവുകളാണ് നിയമനം നടത്തുന്നത്. വെൽഫെയർ ഓഫീസർ, സേഫ്റ്റി ഓഫീസർ, സൂപ്പർവൈസർ വിവിധ ട്രേഡുകളിൽ, സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, ആർട്ടിസ്റ്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ്, ജൂനിയർ ടെക്നീഷ്യൻ തുടങ്ങിയ തസ്തികകളിലേക്ക് കറൻസി നോട്ട് പ്രസ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ITI, ഡിപ്ലോമ, ബിരുദം എന്നിവയുള്ളവർക്ക് തസ്തിക അനുസരിച്ച് അപേക്ഷ സമർപ്പിക്കാം. തസ്തികയും ശമ്പളവും: വെൽഫെയർ ഓഫീസർ 25,740 മുതൽ 1,00,000 രൂപ സ്കെയിൽ. സൂപ്പർവൈസർ 27,000 തൊട്ട് 95,000 രൂപ സ്കെയിൽ. സൂപ്പർവൈസർ ഔദ്യോഗിക ഭാഷ 23,000 തൊട്ട് 85,000 രൂപ വരെ. സെക്രട്ടറിയൽ അസിസ്റ്റന്റ് 23,000 തൊട്ട് 85,000 രൂപ വരെ. ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് 21 തൊട്ട് 77,000 രൂപ വരെ. ജൂനിയർ ടെക്നീഷ്യൻ 18,000 തൊട്ട് 67,000 രൂപ സ്കെയിൽ. തസ്തികയും പ്രായപരിധിയും: വെൽഫെയർ ഓഫീസർ, സേഫ്റ്റി ഓഫീസർ, സൂപ്പർവൈസർ 18 തൊട്ട് 30 വയസ്സ്. സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, ആർട്ടിസ്റ്റ്, ഗ്രാഫിക് ഡിസൈനർ 18 തൊട്ട് 28 വയസ്സ്. ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് 18 തൊട്ട് 28 വയസ്സ്. ജൂനിയർ ടെക്നീഷ്യൻ എല്ലാ ട്രേഡുകളിലും 18 തൊട്ട് 25 വയസ്സ് വരെ. യോഗ്യത: വെൽഫെയർ ഓഫീസർ, സോഷ്യൽ വർക്കിലോ ബന്ധപ്പെട്ട മേഖലയിലുള്ള ബിരുദം. സൂപ്പർവൈസർ ഹിന്ദിയിൽ MA, ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം. ആർട്ടിസ്റ്റ് ഫൈനാൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ആർട്ടിൽ ബിരുദം. സൂപ്പർവൈസർ ബന്ധപ്പെട്ട മേഖലകളിൽ ഡിപ്ലോമ. ജൂനിയർ ടെക്നീഷ്യൻ ബന്ധപ്പെട്ട മേഖലയിൽ നിന്നുള്ള ITI. അപേക്ഷാ ഫീസ്, തെരഞ്ഞെടുപ്പ് രീതി എന്നിവയൊക്കെ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്ന തീയതി ഏപ്രിൽ 20. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 19. ഔദ്യോഗിക വെബ്സൈറ്റ്, അപേക്ഷാ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്.
അടുത്തത് റെയിൽവേയിൽ അഭിമുഖത്തിലൂടെ നിയമനം. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ആകെ 84 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചെന്നൈയിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുത്ത് നിയമനം നേടാം. അപേക്ഷാ ഫീസില്ല. നിയമനം ലഭിക്കുന്നവർക്ക് 30,000 രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കും. ഇതിനു പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ നേടിയവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ടൂറിസം മന്ത്രാലയത്തിന് കീഴിൽ ഉള്ള ഇന്ത്യൻ culinary ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള BBA MBA യോഗ്യത, അല്ലെങ്കിൽ BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ്, അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സർവകലാശാലകളിൽ നിന്നും MBA ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് യോഗ്യത. ബന്ധപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അഭിമുഖ സ്ഥലത്ത് സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം എല്ലാ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൂടാതെ 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും സമർപ്പിക്കണം. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം നിർബന്ധമില്ല. രേഖകൾ, വ്യക്തിഗത അഭിമുഖത്തിലെ പ്രകടനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇതിനു പുറമെ ഒരു റിസർവ് പട്ടികയും തയ്യാറാക്കും. ഒഴിവുകളുടെ എണ്ണത്തിനനുസരിച്ച് മെറിറ്റ് ക്രമത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഓഫർ ലെറ്റർ നൽകും. അന്തിമ നിയമനം IRCTC നിബന്ധനകൾ അനുസരിച്ചുള്ള മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും. ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ എഴുതാനും വായിക്കാനും ആശയവിനിമയത്തിലുള്ള കഴിവ് നിർബന്ധമാണ്. തമിഴ്, കന്നഡ, മലയാളം പോലെയുള്ള പ്രാദേശിക ഭാഷകളിലെ അറിവ് അധിക യോഗ്യതയെ കണക്കാക്കപ്പെടും. അഭിമുഖം നടക്കുന്ന തീയതികൾ ഏപ്രിൽ 25, 27, 28 രാവിലെ 10:30 മുതൽ വൈകിട്ട് 5:30 വരെ. സ്ഥലം IRCTC സോണൽ ഓഫീസ് 6A, ഇത് റെയിൻ ട്രീ പാലസ്, നമ്പർ 9 MC റോഡ്, ചെന്നൈ. കൂടുതൽ വിവരങ്ങൾക്കും വിജ്ഞാപനത്തിനും ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. അടുത്തത് ആസാപ് കേരളയിൽ ബിരുദധാരികൾക്ക് അവസരം. പ്രമുഖ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. ഒഴിവുകളും യോഗ്യതകളും: കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഗ്രാജുവേറ്റ് ഇന്ത്യൻ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് തസ്തികയിലേക്ക് ഒഴിവുകൾ. സിവിൽ എഞ്ചിനീയറിംഗ് BTech ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇടുക്കിയിലായിരിക്കും നിയമനം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 9 മാസത്തേക്ക് പ്രതിമാസം 24,000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. ഏപ്രിൽ 10 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗ്രാജുവേറ്റ് ഇന്ത്യൻ തസ്തികയിൽ 11 ഒഴിവുകളാണ് ഉള്ളത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ BTech ആണ് യോഗ്യത. തിരുവനന്തപുരത്താണ് നിയമന സ്ഥലം. 1 വർഷത്തെ ഇന്റേൺഷിപ്പിന് പ്രതിമാസം 12,000 സ്റ്റൈഫൻഡ് നൽകും. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 10. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഗ്രാജുവേറ്റ് ഇന്ത്യൻ തസ്തികയിലേക്ക് 15 ഒഴിവുകളുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് BTech ബിരുദമാണ് അപേക്ഷിക്കാനുള്ള പ്രധാന യോഗ്യത. കോഴിക്കോട് 1, ഇടുക്കി 4, പാലക്കാട് 2, കണ്ണൂർ 3, കാസർഗോഡ് 2, വയനാട് 3 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. 1 വർഷത്തെ ഇന്റേൺഷിപ്പിൽ ഓരോ മാസവും 10,000 രൂപ സ്റ്റൈഫൻഡ് ലഭിക്കും. 2026 ഏപ്രിൽ 10 ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ളവർ ASAPയുടെ കേരളയുടെ ഔദ്യോഗിക കരിയർ ലിങ്ക് പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ലിങ്ക് സ്ക്രീനിൽ കൊടുക്കുന്നു. രജിസ്ട്രേഷൻ പ്രക്രിയയുടെ ഭാഗമായി 500 രൂപ അപേക്ഷ ഫീസായി അടയ്ക്കേണ്ടതുണ്ട്. അനുയോജ്യ ആയവരെ കണ്ടെത്താൻ പ്രത്യേക തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടാവും. ഇതിൽ എഴുത്തു പരീക്ഷകളോ അഭിമുഖവും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അപേക്ഷകളുടെ പ്രകടനം വിലയിരുത്തിയ ശേഷം ഓരോ ഒഴിവുകളിലേക്കും ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.